എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. തമിഴ് സിനിമയുടെയും അനുബന്ധ ജനപ്രിയ സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനം ദ്വന്ദ്വതയാണ്. എം.ജി.ആർ., ശിവാജി ഗണേശൻ, രജനീകാന്ത്, കമൽഹാസൻ, അജിത് കുമാർ, വിജയ് തുടങ്ങിയ താരങ്ങൾ ഏത് സമയത്തും സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വന്നിട്ടുണ്ട്. അതേസമയം പ്രൊഫഷണലി എതിരാളികളായ നടിമാർ തമ്മിലുള്ള തീവ്രമായ മത്സരത്തെക്കുറിച്ചും എപ്പോഴും ചർച്ചകൾ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. പുരുഷ അഭിനേതാക്കളുടെ ദ്വന്ദ്വത ഉണ്ടായിരുന്ന പോലെ സിമ്രാൻ, ജ്യോതിക, അടുത്തിടെ തൃഷ, നയൻതാര തുടങ്ങിയ സ്ത്രീ അഭിനേതാക്കളുടെ ഒരു പ്രത്യേക ദ്വന്ദ്വതയും ഉണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ സിനിമകൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടി വന്നു. ഈ കാലയളവിനിടെ ഇവർക്കൊപ്പമുണ്ടായിരുന്ന പല നടിമാരുടെയും ഗ്രാഫ് ഇടിഞ്ഞു. ചിലർ സിനിമാ രംഗം വിട്ടു. എന്നാൽ നയൻതാരയ്ക്കും തൃഷയ്ക്കും ഇന്നും വലിയ ജനപ്രീതിയുണ്ട്. സിനിമയിൽ ഏകദേശം 2 പതിറ്റാണ്ടിൻ്റെ പരിചയമുള്ള തൃഷയ്ക്കും നയൻതാരയ്ക്കും ഇടയ്ക്ക് കാര്യങ്ങൾ വളരെ മോശമാണ്. അവർ രണ്ടുപേരും അവരുടെ പേരുകൾ നിലനിർത്താൻ സ്ത്രീ കേന്ദ്രീകൃതമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ വൈരാഗ്യം വാർത്തകളിൽ ഇടം നേടിയ ഒരു കാലമുണ്ടായിരുന്നു. വടിവേലു അവതരിപ്പിച്ച ഒരു കോമഡി രംഗത്തിൽ ഈ പോരിനെക്കുറിച്ച് തമാശയായി പരാമർശിക്കുന്ന പോലുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തൃഷയെക്കുറിച്ച് നയൻതാര പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. മുഖ്യധാര മാധ്യമങ്ങളുമായുള്ള താല്പര്യക്കുറവിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പല അഭിമുഖങ്ങളും നൽകുന്നതിൽ തനിക്ക് മടിയാണെന്ന് നയൻതാര പറഞ്ഞു. പലർക്കും അതിഷ്ടപ്പെടില്ല എന്ന് ഞാൻ കരുതുന്നു. അവർ എന്നെ അഹങ്കാരി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ പോയിന്റ് വളരെ ലളിതമാണ്. സംസാരിക്കേണ്ട എന്തെങ്കിലും ഉള്ളപ്പോൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഒരു സിനിമയുടെ റിലീസ് ഉണ്ടാകുമ്പോഴും എന്നിൽ നിന്ന് വ്യക്തത ആവശ്യമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ അഭിമുഖങ്ങൾ നൽകാറുണ്ട്. അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിൽ എനിക്ക് എന്ത് പുതിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും? നയൻതാര ചോദിച്ചു. മാധ്യമങ്ങളിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന മാധ്യമ പിന്തുണയും അവർ ആവർത്തിച്ചു. വനിതാ സഹപ്രവർത്തകരുമായുള്ള പ്രശ്നങ്ങൾ എന്ന ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ തനിക്ക് മിക്കവരുമായും തികച്ചും പ്രൊഫഷണൽ ബന്ധമുണ്ടെന്ന് നയൻതാര ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും നമിതയുമായുള്ള തർക്കത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നത്തെക്കുറിച്ചും അവർ തുറന്നു പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സാധാരണയായി സംസാരിക്കാറുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവർ എന്നോട് സംസാരിക്കുന്നത് നിർത്തി. വാസ്തവത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പിലുള്ളപ്പോൾ അവർ എല്ലാവരോടും ഹായ് പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഒഴികെ ഒരു വഴക്കോ തർക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് പെട്ടെന്ന് സംഭവിക്കുമ്പോൾ എനിക്കും അത് അനുഭവപ്പെട്ടു. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, നയൻതാര പറഞ്ഞു. കാര്യങ്ങൾ പരിഹരിക്കാൻ താൻ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. തൃഷ, ശ്രേയ ശരൺ തുടങ്ങിയ സമപ്രായക്കാരുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നയൻതാര തുറന്നു പറഞ്ഞു. ഫ്രണ്ട്സ് എന്നത് അലക്ഷ്യമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു വലിയ പദമാണ്. തൃഷയുമായി ഞാൻ സൗഹൃദത്തിലല്ല, എന്നാൽ ഞങ്ങൾ പരിചയക്കാരാണ്. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. സ്ത്രീകൾ മറ്റു സ്ത്രീകളുമായി ഇടപഴകുന്നില്ല എന്ന പഴയ വിശ്വാസം പോലെയാണത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുമായോ ആരുമായോ ഒരു പ്രശ്നവുമില്ല, നയൻതാര പറഞ്ഞു. ഈ സാഹചര്യത്തിൽ തൃഷയും ഞാനും തമ്മിലുള്ള ക്യാറ്റ് ഫൈറ്റുകളെക്കുറിച്ചും മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ലേഖനങ്ങൾ ഞാൻ കണ്ടു. പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. പത്രങ്ങളിൽ അതൊന്നും വരേണ്ട കാര്യവുമില്ല, നയൻതാര പറഞ്ഞു. ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്കും അവരെ ഇഷ്ടമില്ല, അത്രമാത്രം. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചു എന്ന് തോന്നുന്നു. ഞങ്ങൾ മുൻപ് നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഒരേ ഇൻഡസ്ട്രിയിൽ ഇരിക്കുകയില്ലേ, ഞങ്ങൾക്കിടയിൽ എന്തോ സംഭവിച്ചു. എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ. എന്താണ് പറ്റിയതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ പരസ്പരം മിണ്ടുന്നത് നിർത്തി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫിലിം ഫെയർ പാർട്ടിയിൽ വെച്ച് വീണ്ടും സംസാരിച്ചു. തൃഷയാണ് വന്ന് സംസാരിച്ചത്. അങ്ങനെ ചെയ്തതിൽ ഞാൻ തൃഷയെ അഭിനന്ദിക്കുന്നു. അതത്ര എളുപ്പമല്ല. ആ സമയം ഞങ്ങളെടുത്ത പാറ്റപ്പ് ഫോട്ടോയാണിത്. താൻ ടോപ്പ് ലെവൽ നായികയായതിൽ മറ്റുള്ളവർക്ക് അസൂയുണ്ടെന്ന് നയൻതാര അന്ന് പറഞ്ഞു. നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോഴും ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴും എല്ലാവർക്കും അസൂയുണ്ടാകും. ഞാൻ ആ പൊസിഷനിൽ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ എനിക്കും അസൂയ തോന്നും. ഞാനുള്ള പൊസിഷൻ സ്ഥിരമല്ല. മറ്റൊരു നായിക ഈ സ്ഥാനത്തേക്ക് വരും, അപ്പോൾ എനിക്ക് അസൂയ തോന്നും. ഒരു സിനിമ ഓടിയില്ലെങ്കിൽ അതിൻ്റെ കുറ്റപ്പെടുത്തൽ നമ്മളും ഏറ്റെടുക്കണം. ആ പ്രഷറുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ അറിയേണ്ടതുണ്ടെന്നും നയൻതാര അന്ന് വ്യക്തമാക്കി. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടിവി സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.